പത്തനംതിട്ടയിൽ 66% പോളിംഗാണ് രേഖപ്പെടുത്തിയത്. പോളിംഗ് കഴിഞ്ഞതോടെ വിജയപ്രതീക്ഷയിലാണ് LDF മുന്നണി. അതേസമയം തെരഞ്ഞെടുപ്പ് ദിവസം അതിജീവിതയെ അധിക്ഷേപിച്ച UDF കൺവീനർ അടൂർ പ്രകാശ് അടൂരിൽ നടത്തിയ പ്രസ്താവന കോൺഗ്രസിന് തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട പ്രാഥമിക കണക്ക് പ്രകാരം 66.22% പേരാണ് പത്തനംതിട്ടയിൽ വോട്ട് ചെയ്തത്. അന്തിമ കണക്ക് വരുമ്പോൾ പോളിംഗ് ശതമാനം ഇനിയും ഉയരും. 2020 പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും 69%-ലധികം പേർ സമ്മതിദായകാവകാശം വിനിയോഗിച്ചിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമായ അനിഷ്ട സംഭവങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആരോഗ്യമന്ത്രി വീണ ജോർജ് കുമ്പഴ MD LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നമുക്ക് കൈവരിക്കാൻ കഴിയും. ഈ ദിവസങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. UDF കൺവീനർ അടൂർ പ്രകാശ് അടൂർ മേലേടത്തും സംവിധായകൻ ബ്ലസി തിരുവല്ല മാർത്തോമ കോളേജിലും തിയാഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുവല്ല SES സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ അടൂർ മാർത്തോമ LP സ്കൂളിൽ തന്റെ സമ്മതിദായക അവകാശം വിനിയോഗിച്ചു. വികസനം ചർച്ചയാക്കിയത് ഗുണം ചെയ്യുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. എന്നാൽ വിവാദങ്ങൾക്ക് പിന്നാലെ പോയ UDFന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഒളിവ് ജീവിതം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണുള്ളത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.